ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എൻ്റെ പിറന്നാൾ ദിവസമാണ് കേട്ടോ. അപ്പം നാളെ നോക്കിയിട്ട് ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. അങ്ങനെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വിളക്കൊക്കെ വെച്ച ശേഷം ഞാനും അമ്മയും കൂടിയിട്ട് അമ്പലത്തിലേക്ക് പോയി. അങ്ങനെ അവിടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പൂജയ്ക്കൊക്കെ കൊടുത്ത ശേഷം ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോരുന്ന വഴി കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പച്ചക്കറികളും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടു. അപ്പോഴാണ് ഞാൻ തൊട്ടടുത്ത് ഐസ്ക്രീം ഇരിക്കുന്നത് കണ്ടത്. പിന്നെ അവിടെ പോയിട്ട് കുറച്ച് ഐസ്ക്രീമും കൂടി എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നൂൽപുട്ടും സാമ്പാറും ചമ്മന്തിയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്മ മുളകും മല്ലിയൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് വെയിലത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഓരോരോ പണി തുടങ്ങിയിട്ട് ഉച്ചത്തേക്കുള്ളത്. അപ്പം ഞാനൊന്നും വേണ്ടാന്ന് പറഞ്ഞതാണ്. അപ്പം അമ്മ പറഞ്ഞു ചെറിയൊരു സന്തോഷത്തിന് ചെറിയ രീതിയിൽ സദ്യ തയ്യാറാക്കാമെന്ന് പറഞ്ഞു. അപ്പം അമ്മമാരോട് എത്ര ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് ഇതൊക്കെയാണ് ഒരു സന്തോഷം. ഇപ്പം ഇത്രയും വർഷമായിട്ട് എൻ്റെ ബർത്ത്ഡേയും പിറന്നാളൊക്കെ ആണെങ്കിലും ചെറിയ രീതിയിൽ തന്നെ ആഘോഷിച്ച് വരാറുണ്ട്. അങ്ങനെ ഞാനിതാ ഇഞ്ചിപ്പുളി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇഞ്ചി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം 2 കഷ്ണം ശർക്കരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യം എത്രയാണോ മധുരം അതിനനുസരിച്ച് ശർക്കര ഇട്ട് കൊടുക്കുക. ഇനി അത് നല്ലതുപോലെ ഒന്ന് അലുത്ത് വരണം. അപ്പോൾ ഇനി ഇഞ്ചിപ്പുളിയിലെ വെള്ളം നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ സാമ്പാറൊക്കെ രാവിലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ. ഇനി അവിയലിലേക്കുള്ള കഷ്ണങ്ങൾ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോഴാണ് കേട്ടോ നമ്മുടെ ഐസ്ക്രീം കള്ളനെ ഞാൻ കയ്യോടെ പിടികൂടിയത്. അപ്പോൾ അവിയലിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മ ഇടയിലിടയിൽ കഷ്ണങ്ങൾ വെന്തോ നോക്കുന്നുണ്ട് കേട്ടോ. ഇളക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഉടഞ്ഞു പോവും. അതുകൊണ്ടാണ് ഇങ്ങനെ കുടഞ്ഞു നോക്കുന്നത്. പിന്നെ ഞാൻ പയറുപ്പേരിയിലേക്കുള്ള സവാള അരിഞ്ഞ് റെഡിയാക്കുകയാണ്. അപ്പോഴേക്കും അവിയൽ അപ്പുറത്തെ അടുപ്പിലേക്ക് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വേവാനായിട്ട്. ഇനി ഒരു പാൻ എടുത്ത ശേഷം അതിലേക്ക് കടുകും കറിവേപ്പിലയും ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് സവാള ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പയറിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മൂടി വെച്ച് വേവിക്കാം. 1-2 കറി എന്ന് പറഞ്ഞവിടുത്തെ പിന്നെയും കറികൾ കൂടി വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഓൾറെഡി ചീര പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛന് പച്ചടി നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പച്ചടി വേണമെന്ന് പറഞ്ഞിട്ട് ചീരപ്പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചീരപ്പച്ചടി ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ചീര അരിഞ്ഞ് ഒന്ന് വേവിച്ചെടുത്ത ശേഷം അതിലേക്ക് മോര് ഒഴിച്ചു കൊടുക്കുകയാണ്. ഫ്ലെയിം ഓഫാക്കിയ ശേഷം വേണം കേട്ടോ ഇതിലേക്ക് മോരും അതുപോലെ തന്നെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ചേർത്തിളക്കാം. കടുക് കൂടി പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ചീരപ്പച്ചടി അങ്ങനെ റെഡിയായി കേട്ടോ. അപ്പോഴേക്കും അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അമ്മ അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കുന്നുണ്ട് കേട്ടോ. അവിയൽ എൻ്റെ എപ്പോഴും ഫേവറേറ്റ് ആണ് കേട്ടോ. അവിയലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ കറികളൊന്നും ആവശ്യമില്ല. അപ്പം അമ്മ പറഞ്ഞ സമയത്താണെങ്കിലും ഞാൻ സാമ്പാറും അവിയലും വയ്ക്കാമെന്നുള്ളൊരു അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ ഓരോ കറികളായിട്ട് കൂടി വരികയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ അമ്മ ഇതിനകത്തേക്ക് ഫ്ലെയിം ഓഫാക്കിയ ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇനി ലാസ്റ്റ് പായസമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പായസത്തിന് വേണ്ടിയിട്ടുള്ള പാല് തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ വെച്ചിട്ട് തന്നെ നമ്മൾ സേമിയ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. വറുത്തെടുത്ത ശേഷം അത് പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മധുരം ആഡ് ചെയ്ത് നല്ലതുപോലെ ഇനി ചുവട്ടിൽ പിടിക്കാണ്ട് ഇളക്കണം. പിന്നെ പപ്പടവും കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശന് വാഴയിലയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. എനിക്കിപ്പോഴും ഈ സീൻ കാണുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ കുഞ്ഞിരാമായണമാണ് കേട്ടോ. അവിയൽ വന്നു, കാളം വന്നു, ആ ഒരു സീനില്ലേ
അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിത് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ദാ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ എല്ലാവരോടും പറയാണ് ഇതേപോലെ വേണം ഫുഡ് കഴിക്കാനായിട്ട് എന്നൊക്കെ. സദ്യ ഞാനങ്ങനെ വേസ്റ്റ് ആക്കാറില്ല കേട്ടോ. പൊതുവേ ഫുഡൊന്നും വേസ്റ്റ് ആക്കാറില്ല. പിന്നെ ഞങ്ങൾ സദ്യ കഴിച്ചൊരു എഫക്റ്റിൽ എല്ലാവരും വെയിറ്റൊക്കെ ഒന്ന് നോക്കിയിട്ടോ. അങ്ങനെ ദാ മാമൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ദാ മിഠായികളൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ദാ എൻ്റെ ഫ്രണ്ടിൻ്റെ കുറച്ച് റെക്കോർഡ് എന്നെ വരയ്ക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത്രയ്ക്കൊന്നും വരയ്ക്കാൻ അറിയില്ലെങ്കിലും ഏകദേശം ഞാൻ എന്തൊക്കെയോ ഷെയ്ഡൊക്കെ ചെയ്ത് ഒപ്പിച്ച് റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ ആ സദ്യയൊക്കെ കഴിച്ച ക്ഷീണത്തിൽ ഞാൻ അറിയാണ്ട് അങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ എഴുന്നേറ്റപ്പോൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ വിളക്കൊക്കെ കൊളുത്തിയ ശേഷം TV ഇട്ടൊന്ന് നോക്കിയപ്പോഴാണ് കേട്ടോ ARM ഫിലിം കണ്ടത്. അപ്പം ഞാൻ കുറച്ച് നേരം അതും കണ്ടുകൊണ്ടിരുന്ന്. പിന്നെ നമ്മുടെ കുട്ടിസാറ് ഇവിടെ ഇരുന്ന് ഭയങ്കര പഠിത്തമാണ് കേട്ടോ. അങ്ങനെ നൈറ്റ് വീണ്ടും സദ്യ കഴിച്ചു കേട്ടോ. ഇനിയിപ്പോൾ സദ്യ വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം ഇത് തന്നെയായിരിക്കും കറികൾ. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു നിയമം. പിന്നെ ഞാൻ നൈറ്റ് കിടക്കാനായിട്ട് കയറി പോന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ലൊരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഹാപ്പി ആയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.